അപ്പോൾ എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ 2025 ജൂൺ മാസത്തിൽ നടക്കുന്ന ഇഗ്നോ എക്സാമിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയി വരുന്നത് ഏപ്രിൽ 20 ഏപ്രിൽ 20 വരെയാണ് ടൈം. അത് കഴിഞ്ഞാൽ ലേറ്റ് ഫീയോട് കൂടി ആയിരിക്കും എക്സാം രജിസ്ട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ODL, അതുപോലെ തന്നെ ഓൺലൈൻ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ അതിലുള്ള പേപ്പർ പെൻ എക്സാമുകളുണ്ട്, കമ്പ്യൂട്ടർ മോഡ് എക്സാമുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ട എക്സാമുകളുണ്ട്, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇതിനൊക്കെയുള്ള ജൂൺ മാസത്തിൽ നടക്കുന്ന എക്സാമിനുള്ള രജിസ്ട്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതിലുള്ളത് എക്സാം ഫീ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം നമുക്ക് 2022 ഡിസംബർ വരെ അഡ്മിഷൻ എടുത്തവർ, അതിനുള്ള അഡ്മിഷൻ എടുത്തവർക്ക് 14 മാർച്ച് മുതൽ ഏപ്രിൽ 20 വരെ ലേറ്റ് ഫീ കൂടാതെ പെർ കോഴ്സ് 200 രൂപയായിട്ടാണ് വരുന്നത്. അതിന് ലേറ്റ് ഫീ കൂടുകയാണെങ്കിൽ അത് 1100 രൂപയോട് കൂടി ആയിരിക്കും അത് അടക്കേണ്ടി വരിക. ഇനി 2023 അഡ്മിഷൻ സൈക്കിൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്കും 200 രൂപയാണ് തിയറി കോഴ്സുകൾക്കുള്ളത്. പ്രാക്ടിക്കൽ ഫീസിലേക്ക് വരികയാണെങ്കിൽ ഇവർ 4 ക്രെഡിറ്റ് വരെയുള്ളതിലേക്ക് 300 രൂപയും പെർ കോഴ്സ്, 4 ക്രെഡിറ്റിന് കൂടുതലുള്ളത് പെർ കോഴ്സ് 500 രൂപയുമായിട്ടാണുള്ളത്. ഇനി ഇവരുടെ പ്രൊജക്റ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ 4 ക്രെഡിറ്റ് ഉള്ളതിന് 300 രൂപയും പെർ കോഴ്സ്, 4 ക്രെഡിറ്റിനാൽ കൂടുതലുള്ളത് ആണെങ്കിൽ 500 രൂപയുമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ലേറ്റ് ഫീ സെയിം ആണ്, 1100 രൂപയായിട്ടാണ് കണക്കൂട്ടുന്നത്. ഇതിൽ ഓരോ ഗ്രൂപ്പുകളുണ്ട്, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഈ ഓരോ ഗ്രൂപ്പുകളിലും ഓരോ സബ്ജക്റ്റ്, ഓരോ കോഴ്സുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് ഒരു സെമസ്റ്റർ 1 എഴുതിയെടുക്കേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സെമസ്റ്റർ 3 എഴുതിയെടുക്കേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ 2 വിഷയം ഒരു ഗ്രൂപ്പിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വിഷയം മാത്രമേ ഒരു സമയത്ത് ഇതെടുക്കാൻ പറ്റുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ ഇതിൽ പറയുന്നുണ്ട് ഒരു എക്സാം സെന്റർ ആയിട്ട് എല്ലാ വിഷയത്തിനും ഒരു എക്സാം സെന്റർ ആയിട്ടേ പറ്റുകയുള്ളൂ. ഓരോ വിഷയത്തിന് ഓരോ എക്സാം സെന്റർ നിലയ്ക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. എല്ലാ വിഷയങ്ങൾക്കും ഏതൊക്കെ വിഷയങ്ങളാണ് എഴുതാൻ പോകുന്നത് അതിലെല്ലാം കൂടി ഒരു എക്സാം സെന്റർ ആയിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനത്തിലേക്ക് വരികയാണെങ്കിലാണ് എക്സാം രജിസ്ട്രേഷന്റെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ ഡിക്ലറേഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ് ടു ഫിൽ ഓൺലൈൻ എക്സാമിനേഷൻ ഫോം എന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ചെയ്യുമ്പോൾ എക്സാമിനേഷൻ ഫോം പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റുഡൻസ് പോർട്ടൽ, ഇഗ്നോയുടെ സ്റ്റുഡൻസ് പോർട്ടലായ സമർത്ഥിന്റെ പോർട്ടലിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ റോൾ നമ്പറും പാസ്വേഡും പിന്നെ ക്യാപ്ഷൻ കൂടി വെരിഫൈ ചെയ്ത് നമുക്ക് ഈ പോർട്ടൽ ലോഗിൻ ചെയ്യാൻ കഴിയും. ഇനി അഥവാ ആരെങ്കിലും ഇത് രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏതാണ് പ്രോഗ്രാം അതിന്റെ ഡീറ്റെയിൽസ്, നമ്മുടെ പേരും അതുപോലെ എൻറോൾ നമ്പറും പിന്നെ ക്യാപ്ഷൻ വെരിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സമർത്ഥിന്റെ ഇഗ്നോന്റെ സമർത്ഥ് എന്ന സ്റ്റുഡൻസ് പോർട്ടൽ നമ്മൾ ലോഗിൻ ചെയ്തു. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ എൻറോൾ നമ്പർ കാണാം. അതിന് ആയിട്ട് നമുക്കൊരു മെനു ഓപ്ഷൻ ഉണ്ട്. ആ മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ എക്സാമിനേഷൻ പറഞ്ഞ ഓപ്ഷൻ ആണ്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ തുടക്കത്തിൽ തന്നെ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസിലേക്കാണ് എത്തുക. ഇവിടെ നമ്മൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പറയുന്നത്. 1, ക്ലിക്ക് ഹിയർ ഫോർ എക്സാമിനേഷൻ ഫോം. 2, വ്യൂ കോഴ്സസ് എലിജിബിലിറ്റി സ്റ്റാറ്റസ് ഫോർ എക്സാമിനേഷൻ. 3, സെർച്ച് എക്സാം സെന്റർ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യമേ നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വ്യൂ കോഴ്സസ് എലിജിബിലിറ്റി സ്റ്റാറ്റസ് ഫോർ എക്സാം. അത് നമ്മൾ എന്തായാലും നോക്കണം, എന്തായാലും ക്ലിക്ക് ചെയ്ത് നമ്മൾ പരിശോധിക്കണം. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എനിക്ക് എത്രത്തോളം നമ്മൾ നോക്കുകയാണ്. അത് നമ്മുടെ 2025 ജൂൺ ഞാൻ BA ഇംഗ്ലീഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് ഏതൊക്കെ എക്സാമാണ് എനിക്കിവിടെ അറ്റൻഡ് ചെയ്യാൻ കഴിയാന്നുള്ളതുണ്ട്. ഇതൊക്കെ എൻ്റെ കഴിഞ്ഞ അറ്റൻഡ് ചെയ്ത് പാസ്സായ വിഷയങ്ങളാണ്. ഇനി ഇവിടെ നിന്ന് മുതലാണ് എൻ്റെ 3rd സെം 4th സെം മുതലാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതെനിക്ക് എഴുതാൻ പറ്റും. ഇനി അങ്ങോട്ടുള്ള 5-8-10 വിഷയങ്ങൾ എനിക്ക് എഴുതാൻ സാധിക്കും എന്നുള്ള ഇതാണ് ഇവിടെ കാണിക്കും. അപ്പോൾ ഈ എക്സാമാണ് നമ്മൾ ഇനി അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സെന്ററാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മളെ എക്സാം സെന്റർ, ഏതൊക്കെ എക്സാം സെന്ററാണ് നമ്മുടെ പരിസരത്തുള്ളത്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഒരു ഇഗ്നോ സ്റ്റുഡന്റിന് പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പൊ നമ്മുടെ പ്രദേശത്തുള്ള എക്സാം സെന്റർ എന്താ നോക്കണം, അതൊരു ഘട്ടമാണ്. അപ്പൊ സെർച്ച് എക്സാം സെന്റർ, ഇവിടെ ഇപ്പോൾ എന്റെ ഏരിയ എന്നുള്ളത് മലപ്പുറമാണ്. മലപ്പുറം പ്രദേശത്ത് ഏകദേശം എത്ര സെന്റർ ഉണ്ട് നോക്കാം. അപ്പൊ ഇവിടെ നമ്മളിവിടെ സെർച്ച് കൊടുക്കണം ഏരിയ അഡ്രസ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താവും 4ഓളം സെന്ററുകളായിട്ടാണ് കാണിക്കുന്നത്, 4 സെന്റർ. അപ്പോൾ ഇവിടെ അഡ്രസ്സിന്റെ അവിടെ നമ്മുടെ ഏത് ഏരിയ ആണോ, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ ഏതും ആവട്ടെ, അവിടെ ഇത് കൊടുത്താൽ എത്രത്തോളം നമ്മുടെ അടുത്ത് എത്ര സെന്റർ എക്സാം സെന്റേഴ്സ് ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതിന് ശേഷമാണ് എന്താണ്ടത് നമ്മുടെ എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ സ്റ്റെപ്പാണ് എക്സാം രജിസ്ട്രേഷൻ എന്നുള്ളത്.
അതിനിവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ഹിയർ ഫോർ എക്സാമിനേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരട്ടം ഓൾറെഡി എന്താണ് എക്സാം രജിസ്റ്റർ ചെയ്തതാണ്, അതുകൊണ്ട് എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ടത് ഇതിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, അതിൽ നിങ്ങൾ എന്തായാലും ക്ലിക്ക് ചെയ്യണം, എന്നാലും ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഡിക്ലെയർ ചെയ്യാം, ടിക്ക് കൊടുക്കുക, പ്രൊസീഡ് ടു ഫിൽ ഓൺലൈൻ എക്സാമിനേഷൻ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ യു ഹാവ് ഓൾറെഡി സബ്മിറ്റഡ് എക്സാം ഫോം ഫോം എനിക്കിവിടെ പ്രിന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ അടിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും. ഇത് അടിയിലേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും, അതിൽ നിങ്ങൾ നേരത്തെ നമ്മൾ ടിക്ക് ചെയ്ത പോലെ ടിക്ക് ചെയ്തിട്ട് ജസ്റ്റ് അടിയിലേക്ക് പ്രൊസീഡ് ടു പേ എന്നുള്ളത് നമ്മൾ പേയ്മെന്റ് സെക്ഷൻ വരും, അതിലേക്ക് പ്രൊസീഡ് ചെയ്താൽ നമുക്ക് എന്താകാം, നമ്മുടെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കൃത്യമായി ഡീറ്റെയിൽ ആയി പോകും. അതിൽ നമുക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ UPI ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം. അത്ര വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ ഗൂഗിൾ പേയിലൊക്കെ പോയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പേയ്മെന്റ് അങ്ങ് സക്സസ്ഫുൾ ആയി. ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, പേയ്മെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, നമ്മൾ പേയ്മെന്റ് ചെയ്യുകയും ചെയ്തു, അതുപോലെ തന്നെ അത് കൃത്യമായി കിട്ടിയില്ല, പേയ്മെന്റ് റെസീറ്റ് കാര്യങ്ങളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്ത് കാണാം, ഒരു മെനു എന്നുള്ള ഓപ്ഷൻ കാണാം. ആ മെനു എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. അത് നിങ്ങൾ പോവുകയാണെങ്കിൽ ഏറ്റവും അടിയിലേക്കാണ്ട് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. മൈ പേയ്മെന്റ്, ഇതുവരെ നിങ്ങൾ അടച്ച എല്ലാ പേയ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഇതിലുണ്ടാവും, ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ 5ഓളം പേയ്മെന്റ്സുകൾ ചെയ്തിട്ടുണ്ട്, ചിലത് ഫെയിൽ ആയിട്ടുണ്ട്. അതിൽ ഇവിടെ ചെക്ക് മൈ പേയ്മെന്റ് സ്റ്റാറ്റസ്, ചിലപ്പോൾ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് നോക്കും, ആ ഒരു സമയത്ത് പേയ്മെന്റ് പ്രൊസീഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് മൈ പേയ്മെന്റ് സ്റ്റാറ്റസ് എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താവും, പേയ്മെന്റ് ശരിയാവും, കറക്റ്റ് ആവും, പേയ്മെന്റ് പ്രൊസീഡ് ആവും. കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് സെക്ഷനായി ചോദിക്കാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. എന്തുവിധ ഹെൽപ്പുകൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓക്കെ, ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്, ഇഗ്നോ മാഹിർ.